ഗായ്സ്, നമ്മൾ നല്ല വയനാടൻ പോത്തുംകാലും ടയർ പത്തലും ഉണ്ടാക്കാൻ പോകും. പോത്തുംകാലം ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ടയർ പത്തും ഞാനും ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ മീറ്റ് കറി ഗ്രേവി മിക്സ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് പോത്തുംകാലം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്താൽ അതിനൊരു ഗ്രേവിക്കൊരു റിച്ച്നെസ് ഒക്കെ കിട്ടും. ആദ്യം നമുക്ക് ഈ പോത്തുംകാലിനെ ഒന്ന് വൃത്തിയാക്കി കഴുകി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഈ മാരിനേഷൻ ചെയ്തൊന്ന് വയ്ക്കാം. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മുടെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല, പോത്തുംകാലപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എടാ, കണ്ണ് എരിയാണ്ട് എങ്ങനെ സവാള അരിയാം? ഇതേ ഉള്ള ഐഡിയ. സവാള അരിയണേ കൊള്ളാം, കൈ പോവല്ലേ. ഇപ്പം നമുക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന പോത്തുംകാലും കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിളൂടെ നമുക്കൊരു കുക്കറിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പോത്തുംകാല് കുക്ക് ചെയ്യാൻ വേണ്ടി കുക്കറിലാക്കി നമ്മൾ അടുപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു 10-12 വിസിലാകുമ്പോൾ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. അത് വെന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒന്നും കൂടെ നമ്മൾ വേവിക്കും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ടയർ പത്തലുണ്ടാക്കാം. ഈ ടയർ പത്തൽ എന്ന് പറഞ്ഞാൽ അല്ലെ, ഇത് മറ്റേ മലബാർ അത്രയും കിടിലൊന്നുമല്ല. മീൻസ് നമ്മൾ ആ ഒരു പ്രോപ്പർ സാധനമല്ല ചെയ്യുന്നത്. കാരണം അത് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കാരണം അത് നമ്മൾ അരിയൊക്കെ സോക്ക് ചെയ്ത് വെച്ച് വേണം അത് റെഡിയാക്കി എടുക്കാൻ. മറ്റേത് കുറച്ചും കൂടെ പ്രോസസ്സുണ്ട്. ഇത് എളുപ്പത്തിൽ നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് അരിപ്പൊടിയിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടിയിൽ ഉപ്പും ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. ഓരോ ഉരുളയാക്കി കറക്റ്റാക്കുക. നമുക്ക് ഈ വാഴയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് സെറ്റാക്കാം. ചട്ടിയും ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പത്തലിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിങ്ങനെ ഒന്ന് കരിഞ്ഞ് കിട്ടണേല ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. നമുക്കൊന്ന് നെയ്യൊന്ന് ചിലർ തടവി കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ നമ്മുടെ പത്തലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇരിക്കുന്ന പോത്തുംകാല് നമ്മൾ വേവിച്ച് വെച്ചേക്കുകയാണ്. ഇതിനെ നമുക്ക് ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഓ, നല്ല മണം കേട്ടോ. വേവിച്ച് വെച്ചിരിക്കുന്ന പോത്തുംകാലിൻ്റെ സ്റ്റോക്കിൻ്റെ കൂടെ നമുക്ക് ഈ ഗ്രേവി മിക്സ് ആഡ് ചെയ്യാം. കുറച്ച് കൊറിയാൻഡർ കൂടി ആഡ് ചെയ്യാം. വെരി ഗുഡ്. ഓ,